വിന്നേഴ്സ് അക്കാഡമിയുടെ 22ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. ഒരു 40-ലധികം വർഷത്തിൽ അധ്യാപന പരിചയം എനിക്കുണ്ട്. ജൂൺ മാസം 4ാമത്തെ ബികോം 4ാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷ വരികയാണ്. ജൂൺ ഫസ്റ്റ് വീക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന വിഷയത്തിലെ രണ്ടാമത്തതും പ്രധാനപ്പെട്ടതുമായ ഒരു പാഠമാണ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ് ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. റിഗ്രഷൻ അനാലിസിസ് മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ റിലേറ്റഡ് വേരിയബിൾസ്, and on the basis of the relation we are in a position to find one unknown value on the basis of the known value. x y അല്ലെ രണ്ട് വേരിയബിൾ, ഏജ് വെയ്റ്റ്, ഇങ്ങനെ രണ്ട് വേരിയബിൾ തരുന്നു. ഈ പരസ്പര ബന്ധമുള്ള രണ്ട് വേരിയബിൾ ആയിരിക്കണം തന്നിരിക്കുന്നത്. ഏജിന് ആനുപാതികമായിട്ട് വെയ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് റിലേറ്റഡ് വേരിയബിൾ എന്ന് പറഞ്ഞത്. ഒരു 10 കുട്ടികളുടെ ഡീറ്റെയിൽസ് എക്സ് വൈ അല്ലെങ്കിൽ ഏജ് വെയ്റ്റ് തന്നിരിക്കുന്നു. ഒരു 10 വർഷത്തെ. ഇതിന് ആനുപാതികമായിട്ട് 11ാമത്തെ വർഷത്തെ ഏജ് തരുമ്പോൾ അതിന് തുല്യമായ, അതിന് കറസ്പോണ്ടിങ്ങായ, അതിന് ബന്ധപ്പെട്ട വെയ്റ്റിനെ കണ്ടുപിടിക്കുക. അതാണ് റിഗ്രഷൻ അനാലിസിസ് കൊണ്ടുള്ള അപ്പോൾ എക്സ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് വൈ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വൈ തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയ എക്സ് കണ്ടുപിടിക്കുക. ഏത് വേരിയബിളാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും, ഏത് വേരിയബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ കണ്ടുപിടിക്കുന്നത് അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും വിളിക്കും. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ രണ്ടെണ്ണം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, എക്സ് ഓൺ ദ ബേസിസ് ഓഫ് വൈ. സിമിലർലി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്, എക്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വൈ കണ്ടുപിടിക്കുന്നു, അത് വൈ ഓൺ എക്സ്. വൈയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എക്സ് കണ്ടുപിടിച്ചാൽ അത് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എക്സ് മൈനസ് എക്സ് ബാർ സമം ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ. എക്സ് ഐറ്റം എല്ലാം കൂട്ടുന്നു, എണ്ണം കൊണ്ട് ഹരിച്ചാൽ എക്സ് ബാർ. സിമിലർലി വൈ ബാർ ഈസ് ഈക്വൽ ടോട്ടൽ ഓഫ് വൈ ഐറ്റംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വൈ ഐറ്റംസ്. വൈയുടെ ടോട്ടലിനെ വൈയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ വൈ ബാർ. ഇനി അതിനകത്ത് പുതിയതായിട്ട് വരുന്നത് ബി എക്സ് വൈ ആണ്. ബി എക്സ് വൈ കണ്ടുപിടിക്കാൻ കോറിലേഷനോട് ബന്ധപ്പെട്ട ഫോർമുലയാണ് അപ്ലൈ ചെയ്യുക. സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ വൈ സ്ക്വയർ, അതാണ് ഫോർമുല. സിഗ്മ എക്സ് വൈ, അത് ക്യാപിറ്റൽ ലെറ്റർ വൈ എക്സും ക്യാപിറ്റൽ ലെറ്റർ വൈയും. ആ ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും എക്സും എക്സ് ബാറും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നു, അതാണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ്. സിമിലർലി വൈ മൈനസ് വൈ ബാർ. എന്നിട്ട് ഈ എക്സിൻ്റെ സ്ക്വയർ കാണുക, വൈയുടെ സ്ക്വയർ കാണുക, എക്സ് വൈ കൂട്ടുക. എക്സ് വൈയുടെ ടോട്ടൽ കാണുക, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ കാണുക, വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ കാണുക. എന്നിട്ട് then അപ്ലൈ ദ ഫോർമുല ബി എക്സ് വൈ ഈസ് ഈക്വൽ സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ വൈ സ്ക്വയർ. എന്നിട്ട് അതിലേക്ക് വില കൊടുക്കുന്നു. എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് തരാത്ത, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വൈനെ കണ്ടുപിടിക്കുന്നു ഓൺ ദ ബേസ് ഓഫ് എക്സ് വേരിയബിൾ വൈ ഓൺ എക്സ്. അപ്പോൾ ഫോർമുല വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ബി വൈ എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ, ഒരു കഷ്ണം പകുതി. അപ്പോൾ വൈ ഓൺ എക്സ് വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ബി വൈ എക്സ് ഈസ് ഈക്വൽ സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ. ഇത് അർത്ഥമെറ്റിക് മീനിൽ നിന്ന് എക്സ് ബാറും വൈ ബാറിനെ ഉപയോഗിച്ചുകൊണ്ട് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. ഈ രണ്ട് ഫോർമുല വെച്ചുകൊണ്ട് കണക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം.
ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് മീ. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് മാക്സിമം. ഓക്കെ.